ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, ഷാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ ഷാലോമിൻ്റെ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ നിങ്ങൾ എഴുതിയ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളയച്ച മെസ്സേജുകൾ സമർപ്പിച്ച് പ്രഭാതം മുതൽ ഷാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചു. ഈ സായങ്കാലത്ത് നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വരിക. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പരിസമാപ്തിയിൽ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും ഒന്നുകൂടി കർത്താവിന് നന്ദി പറയുകയും നമ്മുടെ പ്രാർത്ഥനകളെ തിരുമുമ്പിൽ സമർപ്പിച്ച് നമ്മൾ ഈശോയോടുകൂടി ചേർന്നിരിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. കാരണം പ്രിയമുള്ളവരെ, നിങ്ങളിലൂടെയാണ് ഷാലോം മിനിസ്ട്രി മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും പങ്കുവെക്കലിൻ്റെ കൂട്ടായ്മയായ ഷാലോം SBF കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സമർപ്പണവും പ്രാർത്ഥനയും പങ്കുവെക്കലുമാണ് ഈ മിനിസ്ട്രിയുടെ നെടും തൂണായി മിനിസ്ട്രിയെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിൽ നമ്മൾ അഭിമാനിക്കണം. ഈ ജീവിതകാലത്ത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും അനേക ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുവാനുമുള്ള ഒരവസരം നമുക്ക് കർത്താവ് ഒരുക്കി തന്നിരിക്കുക. നമ്മുടെ പങ്കുവെക്കലിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ഈ മിനിസ്ട്രി മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കുക, ദൈവം തൻ്റെ പരിശുദ്ധമായ സുവിശേഷം ലോകാതിർത്തി വരെ എത്തിക്കുവാൻ ദൈവം എന്നെയും വിളിച്ചിരിക്കുക. ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ആ നല്ല ദൈവ വിളിയെ ഓർത്ത് കർത്താവിന് വേണ്ടി ഇങ്ങനെ ഒരു ദൗത്യം ചെയ്യുവാനുള്ള കൃപ നമുക്ക് ലഭിച്ചതിനോർത്ത് നമുക്ക് ഹൃദയപൂർവ്വം ഈശോയ്ക്ക് നന്ദി പറയണം. ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. കാരണം ദൈവം ഈ ലോകത്തിൽ ഉയർത്തിയ ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതം. സുവിശേഷം പ്രസാപിക്കുന്നത് പോലെ മലമുകളിൽ പണിതുയർത്തിയ ഒരു പ്രകാശ ഗോപുരം പോലെ, പീഠത്തിന്മേൽ ചുറ്റുമുള്ളവർക്ക് വെളിച്ചമേകുവാൻ പീഠത്തിൽ വെച്ചൊരു വിളക്ക് പോലെ അന്ധകാരവും തിന്മയും പാപവും അശുദ്ധിയും ഈ ലോകത്ത് വർദ്ധിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ പ്രകാശമായി തീരുവാൻ, സുവിശേഷമേകുവാൻ, സുവിശേഷമാകുവാൻ ദൈവം തിരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയോർത്ത് നമ്മൾ അഭിമാനം കൊള്ളണം. കർത്താവിനെ വിളിച്ചു, കർത്താവിനെ തിരഞ്ഞെടുത്തു, അവൻ്റെ രാജ്യത്തിൻ്റെ ഒരു പടയാളിയാക്കി എന്നെ മാറ്റിയതിനെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയണം. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ല. അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചല മനസ്കരുമായിരിക്കുവാൻ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുക, വചനം നമ്മളെ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനത്തിനൊരു പ്രതിഫലമുണ്ട്. നിത്യതയിൽ നമുക്കൊരു ഓഹരിയുണ്ട്. അനേക ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ അതിന് കാരണമായി നമ്മളുടെ പങ്കുവെക്കലും പ്രാർത്ഥനയും നമ്മുടെ കൂട്ടായ്മയും അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായും നമ്മുടെ ജീവിതത്തെ മാനിക്കും, അനുഗ്രഹിക്കും. അതുകൊണ്ട് റോമാലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ഇനിയും നമ്മുടെ ശുശ്രൂഷ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഏറെ ആത്മാക്കൾ ഇനിയും നേടുവാനുണ്ട്. അനേകർ പാപത്തിൻ്റെ അടിമത്തത്തിലുണ്ട്. അവരെ നേടുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നിറയ്ക്കുന്ന ശുശ്രൂഷകരായി നമ്മുടെ ജീവിതം മാറുവാൻ ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വലിയ വിളിക്കും തിരഞ്ഞെടുപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്കായിരുന്നു കൊണ്ട് അവിടുത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണ് വന്നിച്ചിടാം. ആ
ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണ് വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് സ്നേഹപൂർവ്വം ഈശോ എന്ന് നോക്കിക്കേ. മത്തായി 11:28 അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാ ഈശോ നിന്നെ ഹൃദയപൂർവ്വം ക്ഷണിക്കുക. നിന്നെ അവൻ്റെ സന്നിധിയിലേക്ക് ഒരമ്മ കുഞ്ഞിനെ മാടി വിളിക്കുന്നത് പോലെ നിന്റെ ദൈവം സ്നേഹപൂർവ്വം നിന്നെ വിളിക്കുക. നിന്റെ ഭാരവും രോഗവും അസ്വസ്ഥതയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഒന്ന് ഹൃദയത്തെ ശാന്തമാക്കുക. ധാരാളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. ഈശോയുടെ വിളിക്ക് ഒന്ന് കാതോർക്കാം. എല്ലാ ഭാരങ്ങളും സമർപ്പിക്കാം, എല്ലാ അസ്വസ്ഥതകളെയും സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 9:36 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവന് അവരോട് അനുകമ്പ തോന്നി. ഈശോയ്ക്ക് നമ്മളോട് വലിയ അനുകമ്പ തോന്നുന്നൊരു സമയമായത്, വലിയ ദയ തോന്നുന്നൊരു സമയമാണ്. ഈ അനുകമ്പയല്ലേ അന്ന് അപ്പം വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീർന്നത്, രോഗികളെ സുഖപ്പെടുത്തുവാൻ കാരണമായി തീർന്നത്, ഓരോ വ്യക്തിയുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, സാരമില്ല കുഞ്ഞേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആത്മാവിന് ബലമേകി ധൈര്യപ്പെടുത്തുവാൻ അവൻ്റെ ആർദ്രമായ മിഴികള്, മനസ്സലിവിൻ്റെ ഹൃദയം ഈ രാത്രിയിലിതാ നമ്മളെ ഓരോരുത്തരെ തേടി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഇതാ ഈശോ നമ്മുടെ കൂടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലേക്ക് അവൻ കടന്നു വന്നില്ലേ? ഒരു വിരുന്നുകാരനായിരിക്കാനല്ല, മറിച്ച് നമ്മുടെ വേദന ഏറ്റെടുക്കുവാൻ, കണ്ണുനീർ ഏറ്റെടുക്കാൻ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ സമീപത്തേക്ക് ഓടി അണയുന്ന ഈശോ ഇതാ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. രണ്ട് കരങ്ങളും ഒന്ന് അവൻ്റെ സന്നിധിയിലേക്കൊന്ന് തുറന്നു പിടിക്കാമോ? ഈശോയെ ഒന്ന് സ്നേഹത്തോടെ നോക്കി ആ പരിശുദ്ധ നാമത്തെ, രക്ഷയുടെ നാമത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാകുന്ന കർത്താവ്, മനമുരുകിയവരെ നിരസിക്കാത്ത ദൈവം, നിന്റെ സങ്കടങ്ങൾ കാണുന്നവൻ, നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ നൊമ്പരങ്ങൾ തിരിച്ചറിയുന്നവൻ, നിന്റെ ഏകാന്തതയും കണ്ണുനീരും മനസ്സിലാക്കി ഈശോ ഈശോ എന്ന് ആരാധിച്ച് കൂടെയുള്ളവനെന്ന് നന്ദി പറഞ്ഞ് അവനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, ദൈവികാണ്ട് നോക്കിന്ന് ചേർന്ന് പാടാമോ? ഹൃദയം ഒരുകട്ടെ, മനസ്സ് നുറുകിയ വേദനയില്ലേ, സങ്കടങ്ങളില്ലേ, പരാജയ ഭീതിയില്ലേ, ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ കണ്ണുനീരില്ലേ, എല്ലാം ഈശോയിലേക്ക്. എന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക്, എന്റെ കുടുംബം മുഴുവൻ ഈശോയ്ക്ക്, എന്റെ രോഗങ്ങൾ ഈശോയ്ക്ക്, എല്ലാം ഈശോയ്ക്ക്. ഏറ്റെടുക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ,
വാഴേണം എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. പ്രാർത്ഥനയായി ഉള്ളിൽ ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിൽ ധാരാളം കത്തുകളും ഫോൺ കോളുകളും മെയിലുകളും വാട്സപ്പ് സന്ദേശങ്ങളുമായി ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുത്ത ഏതാനും പ്രാർത്ഥന ഈ സമയത്ത് ദിവികാരൻ്റെ സന്നിധി നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിനക്ക് ഇങ്ങോട്ടൊരു പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുവാനുള്ളൊരു സാഹചര്യമോ അവസരമോ ഉണ്ടായിട്ടുണ്ടാവില്ല. സാരമില്ല, സങ്കടപ്പെടണ്ട. ഇതാ ഈശോ നിൻ്റെ മുമ്പിലുണ്ടല്ലോ. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഇവിടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയോട് ചേർന്ന് ദിവികാരൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിശ്ചയമായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വന്നിരിക്കുന്ന ഏതാനും ചില മെസ്സേജുകൾ, പ്രാർത്ഥനാപേക്ഷകൾ വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഞാൻ ഷാലോമിൻ്റെ ഒരു SPF മെമ്പറാണ്. എൻ്റെ പേര് മേരിക്കുട്ടി. എനിക്ക് കഫക്കെട്ട് കൂടി ന്യൂമോണിയ പോലുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം ഒരു സർജറി എനിക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ സർജറി ഓർത്ത് എനിക്ക് ഭയമാണ്. അതിനാൽ ഓപ്പറേഷൻ കൂടാതെ എൻ്റെ രോഗം സുഖപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒപ്പം മേരിക്കുട്ടി മാത്യു എന്നൊരു സഹോദരി, അവൾക്ക് ക്യാൻസറാണ്. ആ മകളും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എനിക്കും ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവ് ഹിതപ്പെടുവാണെങ്കിൽ, കർത്താവിൻ്റെ ഹിതമാണ് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടണം. ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ 2 സഹോദരങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവരുടെ രോഗപീഠകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ദിവ്യവൈദ്യനായ ഈശോയെ, ഓപ്പറേഷൻ കൂടാതെ ഈ മക്കൾക്ക് അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. ഓപ്പറേഷൻ ചെയ്യുക എന്നത് ദൈവഹിതമാണ് കർത്താവെ, ഓപ്പറേഷനിലൂടെ ഒരു പരിപൂർണ സൗഖ്യത്തിലേക്ക് ഈ മക്കളെ നയിക്കണമേ. ഇതോടൊപ്പം കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷന് വിധേയരാകുന്നവർ, സർജറി നിർദ്ദേശിച്ചിരിക്കുന്നവർ, അവരെല്ലാം കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഒരമ്മ 27 വയസ്സ് പ്രായമുള്ള തൻ്റെ മകൻ്റെ വേദനകൾ പങ്കുവെച്ച് ഈ 3-ാം ബുധനാഴ്ച പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുകയാണ്. ഈ മകൻ ജോലിക്ക് പോകാതെ രാത്രി മുഴുവൻ ഗെയിം കളിയാണ്, അതും ക്യാഷ് വെച്ച് മൊബൈലിലൂടെ. അതിനുശേഷം പകൽ തളർച്ച, ക്ഷീണം, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. തൻ്റെ മകനെ ഓർത്തുള്ള വേദന ഈ ഫെലോഷിപ്പ് നൈറ്റിൽ നമുക്ക് ഈശോയുടെ പക്കലേക്ക് കൊടുക്കാം. സ്നേഹമുള്ള ഈശോയെ, ഈ അമ്മയുടെ വേദന, ചെറുപ്പക്കാരനായ മകൻ്റെ ജീവിതം, രാത്രിയിലും പകലും തളർന്ന് ക്ഷീണിച്ച് വഴിവിട്ട ഒരു ബന്ധത്തിലേക്ക്, ദൈവത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നുമെല്ലാം അകന്ന്, കർത്താവെ, ആ മകൻ വലിയൊരു കുരുക്കിലാണല്ലോ, ഒരു ബന്ധനത്തിനാണല്ലോ. ആ മകനെ അവിടുന്ന് വിമോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിന് അമിതമായ അടിമത്തത്തിൽ കഴിയുന്നവർ, ഗെയിമുകൾക്കും ചൂതാട്ടങ്ങൾക്കും അടിമപ്പെട്ടവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവമേ പല
കുഞ്ഞുങ്ങളും ബന്ധനത്തിലാണ്. അവരുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ ശാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ഈശോയെ, അവർക്ക് ഈ രാത്രിയിൽ അവർക്ക് ഉത്തരമരണമേ. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ശക്തിയായി പരിശുദ്ധാത്മാവിലൂടെ അവരെ നയിക്കുകയും അവരെ വിമോചിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, സ്വന്തമായി ഒരു ഭവനമില്ലാത്തതുകൊണ്ട് വാടക വീടുകൾ കയറി ഇറങ്ങി മനസ്സ് മടുത്തുപോയ ഷൈനി എന്ന സഹോദരിയുടെ അപേക്ഷ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കുന്നു. ദേവാലയത്തിനടുത്ത് സ്വന്തമായി ഒരു വീട് വയ്ക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, വാടക വീടുകളുടെ ദുരിതം പേറുന്ന ഒത്തിരിയേറെ മക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ടല്ലോ. കർത്താവേ, അങ്ങ് സർവശക്തനാണ്, അങ്ങ് സർവാധിപനാണ്, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. സ്വന്തമായ വീട്ടിൽ അഭിമാനത്തോടെ ജീവിക്കുവാൻ അവരുടെ മേൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ വലതുകരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നല്ല ഈശോയെ, അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന സിബി എന്ന സഹോദരനെ ഓർക്കുന്നു. നാളുകളായി അദ്ദേഹം തൻ്റെ 2 വസ്തുവകകൾ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു. അനേക നാളുകളായിട്ടും അതിൻ്റെ വിൽപ്പന നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബം ഒത്തിരിയേറെ കടബാധ്യതയിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ നീ ആ മകനെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ധാരാളം SPF മെമ്പേഴ്സ് അവരുടെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ നീ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളണമേ. സ്ഥലം വിൽപ്പനയുടെ തടസ്സങ്ങളങ്ങ് മാറ്റണമേ. അതുമൂലം കടബാധ്യതയിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദിവ്യകാരുണ്യ ഈശോയെ, 32 വയസ്സ് കഴിഞ്ഞിട്ടും തൻ്റെ ഇരട്ട മക്കളുടെ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരമ്മ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ നിയോഗം ഇതാണ്: എത്രയും പെട്ടെന്ന് എൻ്റെ ഈ മക്കളുടെ വിവാഹം നടക്കണം. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി, ഈ 2 സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഒരുപാട് മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കാത്തത് മൂലം വിഷമിക്കുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥനാപേക്ഷകൾ ഈ രീതിയിൽ വരുന്നുണ്ടല്ലോ. ഈശോയെ, അവരെയെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ സമയങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ വിവാഹം നടക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി സമർപ്പിച്ച് ഈ നാളുകളിൽ തന്നെ ഈശോയെ അവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കൂട്ടിച്ചേർത്ത് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. സ്നേഹനിധിയായ തമ്പുരാനെ, ഒരമ്മ വളരെ വേദനയോടെ ഇങ്ങോട്ട് കത്തെഴുതിയിരിക്കുകയാണ്. 41 വയസ്സുള്ള അനീഷ് എന്ന മകൻ, അവനിപ്പോൾ തിന്മയുടെ ബന്ധനത്തിൽ കഴിയുകയാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അതിൻ്റെ ഊരാക്കുടുക്കളിൽ കഴിയുകയാണ്. അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിനും ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു നല്ലൊരു ദൈവമകനായി തിരിച്ചു വരുന്നതിനും വേണ്ടിയിട്ട് അമ്മ വളരെ വേദനയോടെ കത്തെഴുതിയിരിക്കുകയാണ്. ഈശോയെ, ആ മകനെ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും ആ മകനെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മകനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പുതിയൊരു മനുഷ്യനായി അവിടുന്ന് രൂപപ്പെടുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈശോയെ, ഇതേപോലത്തെ പ്രതിസന്ധികളിലൂടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. അവരെ കൂടി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തിന്മയുടെ സ്വാധീനത്തിൽ മുഴുകി
തിന്മയുടെ ബന്ധനത്തിൽ മുഴുകി ഇന്ന് ലോകത്തിൻ്റെ പുറകെ പോകുന്ന അനേകം മക്കൾ, അവരെ കൂടി ഇപ്പോൾ ഈശോയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മക്കളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ തമ്പുരാൻ ഇഷ്ടമുള്ള മക്കളായി തീരുവാൻ വേണ്ടിയിട്ട് കർത്താവെ, അതിനു വേണ്ടി അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് ശാന്തമായ ദിവികാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടി സാധിക്കുന്നവർക്കെല്ലാം ഒന്ന് മുട്ടുമേൽ നിൽക്കാം. നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തിപരമായ നിയോഗങ്ങൾ ഇനി സമർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ഈശോയുടെ കരങ്ങളിൽ അതൊന്ന് വെച്ച് കൊടുക്കുക. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ മക്കളെക്കുറിച്ച് അവരുടെ പഠന മേഖലയിലുള്ള അവ്യക്തത, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വിദേശത്ത് പോയി ഇതുവരെ ഒരു ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ വിദേശത്തേക്ക് പോകുവാനുള്ള മറ്റു പല യോഗ്യതാ പരീക്ഷകൾ നിരന്തരം എഴുതി പരാജയപ്പെട്ട് മനസ്സ് തളർന്നു പോയവർ, നിന്നെ അനുഗ്രഹിക്കുവാൻ ഈ കൃപയുടെ രാത്രിയിൽ ഈശോ നിൻ്റെ സമൂഹത്തുണ്ട്. വിശ്വാസത്തോടെ ഒന്ന് സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ വസിക്കുന്ന ധാരാളം മക്കളുണ്ട്. ഈ കഠിനമായ കാലാവസ്ഥയിൽ മരണഭീതിയോടുകൂടി ഓരോ രാത്രിയും തള്ളി നീക്കുന്നവർ, അവരെ നമുക്ക് ഓർക്കാം. മലയോര മേഖലകളിലൊക്കെയും കടലോര ഗ്രാമങ്ങളിലൊക്കെയും വലിയ ഭീതിയിൽ കഴിഞ്ഞു പോകുന്നവർ, സുരക്ഷിതമല്ലാത്ത ഭവനങ്ങളിൽ വസിക്കുന്നവർ, അവരെയൊക്കെ ഒന്ന് ഓർക്കാം. നിരന്തരമായിട്ട് എന്ത് ബിസിനസ് ചെയ്താലും, ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും നിരന്തരമായിട്ട് പരാജയം വേട്ടയാടി മനസ്സ് മടുത്തുപോയവർ, പ്രിയരെ, ഇതാണിപ്പോഴത്തുള്ളവൻ കരം നീട്ടി നമ്മുടെ മുമ്പിലില്ലേ. എല്ലാ ഹൃദയ വ്യതകളും സമർപ്പിക്കുക. അതുപോലെ ഈ നാടുകളിൽ എത്രയോ കുഞ്ഞു മക്കളടക്കം ഡിപ്രഷൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അവരെയൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. അവരുടെ മനസ്സുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തകർന്ന ജീവിതങ്ങളെയും ഓർക്കാം. വീണുപോയവര്, നിരന്തരമായ പാപത്തിൽ വീണു പോകുന്നവര്, മയക്കുമരുന്നിൻ്റെ അടിമത്തം പേറുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, അവരെ ഓർത്ത് ഏങ്ങി കരയുന്ന പ്രിയപ്പെട്ടവര്, അവരുടെ കണ്ണുനീര്, സങ്കടമൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ കരങ്ങളൊന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ നിയോഗങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് സമർപ്പിച്ച് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധന, ആരാധന. കർത്താവേ, വിശ്വാസത്തിൽ അകന്നുപോയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, മടങ്ങി വരാനൊരു കൃപ കൊടുക്കണമേ. ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഉദാശകളെ വെറുക്കുന്നവരുടെ കരുണ ചൊരിയണമേ കർത്താവേ. ദിവ്യബലി മുടങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ സെപ്റ്റംബർ പകുതി വരെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 21 സ്ഥലങ്ങളിൽ ഷാലോം മീറ്റ് എന്നുള്ള SPF അംഗങ്ങളുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷകൾ നടക്കുക. നമുക്കേറെ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ കൂട്ടായ്മകളെ സമർപ്പിക്കാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്കും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കൃപ തരണമേ. എൻ്റെ ചുറ്റുപാടുകളിലുള്ള അനേകരെ ആ കൂട്ടായ്മയിലേക്ക് നയിക്കുവാൻ നീ എന്നെ അങ്ങയുടെ ഒരു ദൂതനാക്കി മാറ്റണമേ കർത്താവേ. ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവം അനേകരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കൊരിക്കൽ കൂടി ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. അവൻ്റെ മുമ്പിൽ നമ്മളെ പൂർണ്ണമായി അടിയറ വെച്ച് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ അനുഗ്രഹപൂർണമായ ആശീർവാദം നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയവതകൾ ഏറ്റെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയേറെ അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി മാറ്റിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.